ഒരു കഥ പറയാം. ഒരു വലിയ ലോറി, അപ്പോൾ ആ ലോറിയിൽ നിറയെ ഭക്ഷണ സാധനങ്ങളുമായിട്ട് ഒരു മാനസിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെ മുമ്പിൽ അതിലേക്കുള്ള വാഹനമാണ്. അപ്പോൾ അതിലേക്ക് കൊണ്ടുവരുന്ന വഴിയിൽ അതിൻ്റെ അടുത്തെത്താൻ സമയത്ത് ലോറി ഡ്രൈവർ അതിൻ്റെ മുന്നിൽ ഇങ്ങനെ വണ്ടി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്തോ ഒരു അസ്വാഭാവികത കണ്ട് അദ്ദേഹം വണ്ടിയിൽ നിന്നിറങ്ങി. ഡ്രൈവർ ഇറങ്ങി. അപ്പോൾ ആ പരിസരത്ത് റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ നിർത്തിയിട്ട സമയത്ത് ഇറങ്ങി വണ്ടി ഇങ്ങനെ നോക്കുന്ന സമയത്താണ് അയാൾക്ക് മനസ്സിലായത് വണ്ടിൻ്റെ ഒരു ടയർ പഞ്ചറായിട്ടുണ്ട്. കുറച്ചുകൂടെ കഴിഞ്ഞാൽ എത്തും, മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് എത്തും. അപ്പം അതിൻ്റെ ചുറ്റുഭാഗത്തൊക്കെ പല ആളുകൾ ഇങ്ങനെ നടക്കുന്നുണ്ട്, പോകുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം കുറേ നേരം ഇങ്ങനെ ആലോചിച്ച് എന്ത് ചെയ്യും. പെട്ടെന്ന് പിന്നെ സ്റ്റെപ്പിനി ടയർ എടുത്തു. ഈ ടയർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ടയർ ഊരി കഴിഞ്ഞ് ഈ ടയറിൻ്റെ നെട്ടുണ്ടാവുമല്ലോ, അപ്പോൾ നെട്ടൊക്കെ ഊരി കയ്യിൽ പിടിച്ച് അടുത്ത പണിക്ക് എടുക്കുന്ന സമയത്ത് ഇയാളെ കയ്യിൽ ഈ നെട്ടൊക്കെ എന്ത് ചെയ്തു, നേരെ താഴെ വീണു. താഴെ വീണ് പറഞ്ഞ തൊട്ടടുത്തുള്ള വലിയൊരു ഓവുചാലാണ്. അപ്പോൾ ഓവുചാലിലേക്കാണ് വീണ്. അപ്പോൾ അയാൾ അതിലേക്കൊന്ന് നോക്കുമ്പം മൂക്ക് പൊത്തിയിട്ട് അവിടെ നോക്കാനും കഴിയില്ല, അവിടെ നിൽക്കാനും കഴിയുന്നില്ല, സ്മെല്ലടിച്ചിട്ട്. അത്രയും ഇരുട്ടുമാണ്, അത്രയും വൃത്തികെട്ട സ്ഥലമാണ്. ഒരു 4-5 അടി താഴ്ചയിൽ കിടക്കുന്നു. അപ്പോൾ അദ്ദേഹം ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിട്ട് ആകെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടുത്തുകൂടെ അങ്ങനെ പലരും പോകുന്നുണ്ട്, പലരും പല ഭാവങ്ങൾ അയാളിങ്ങനെ നോക്കുന്നുണ്ട് പലരെയും. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു മെൻ്റൽ ഹോസ്പിറ്റലിൻ്റെ അല്ലെങ്കിൽ അത്തരം ഒരു കേന്ദ്രത്തിൻ്റെ മുന്നിലൂടെ അതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ അങ്ങോട്ട് കൂടെ അയാളിങ്ങനെ വിചാരിച്ചു. ഒരാളിങ്ങനെ അതിലിങ്ങനെ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ അയാൾ കണ്ടപ്പോൾ തന്നെ അയാൾക്ക് ഇങ്ങനെ എന്തോ ഒരു സ്വാഭാവികമായി അയാളെ വിചാരം അങ്ങനെയാണല്ലോ തോന്നുന്നത്. അപ്പോൾ അയാൾ വന്നിട്ട് എന്താന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ പറയാമെന്ന് വിചാരിച്ചില്ല. എന്താ ഇയാളോട് പറഞ്ഞിട്ട് എന്താ കാര്യം. അപ്പോൾ പിന്നെ അത് ഒഴിവാക്കി വിടാൻ വിചാരിച്ചിട്ട് പറഞ്ഞാൽ കുറേ സമയം എന്നിട്ട് താഴെ വീണ് പോയി ഇതിൻ്റെ. അപ്പോൾ അയാളിങ്ങനെ പിന്നെ ഒന്നും മിണ്ടയില്ല. കുറച്ച് കഴിഞ്ഞ് അയാൾ തിരിഞ്ഞു വന്നിട്ട് അയാളോട് പറഞ്ഞു, നെട്ട് താഴെ പോയി നിങ്ങൾ ഇവിടെ ഇങ്ങനെ നിന്നിട്ട് കാര്യമുണ്ടോ, മറ്റുള്ള 3 ടയറിൻ്റെ പിന്നെ നെട്ടുണ്ടല്ലോ അതെണ്ണം അയച്ചിട്ട് അതിൽ ഓരോന്നിട്ട് എടുത്താൽ പോരെ. എന്നിട്ട് ദിമ വെച്ച അപ്പോൾ ദിമ 3 ആയില്ലേ, 3 വെച്ച് കുറച്ചാണ് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നെട്ടുള്ള സ്ഥലത്തുനിന്ന് വാങ്ങി എടുത്തിട്ട് ബാക്കി കാര്യം ചെയ്താൽ പോരെയെന്ന് ചോദിച്ചു. അതിൽ ഇയാളൊന്ന് മേലോട്ട് ഇങ്ങനെ നോക്കി. അപ്പോൾ നിങ്ങൾ എവിടെയാണെന്ന് ചോദിച്ചു. അല്ല ഞാനിവിടെ ഹോസ്പിറ്റലിൽ തന്നെയാണ്. ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് കുറച്ച് ഇങ്ങനെ ഹോസ്പിറ്റലായതുകൊണ്ട് പിന്നെ മാനസിക പ്രശ്ന ബുദ്ധി ഉണ്ടാവില്ല, അതൊന്നും അറിയില്ല എന്ന് വിചാരിച്ച് നിങ്ങളതാക്കിയാലേ. സുഹൃത്ത്, എനിക്ക് പിന്നെ ബുദ്ധിക്ക് കുറവില്ല, എനിക്ക് മാനസികമായ ചില പ്രശ്നങ്ങളുണ്ട്, അതേ ഉള്ളൂ, ബുദ്ധിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോഴാണ് അയാളിങ്ങനെ ആലോചിച്ച്, ചില ആളുകളെ നമ്മൾ ഒരു മുൻവിധിയോടുകൂടി കാണുമ്പോൾ അവരെ അക്സെപ്റ്റ് ചെയ്യാനോ ഒന്നും കഴിയില്ല. പക്ഷെ ഒരു പക്ഷേ ആ മുൻവിധി ഒഴിവാക്കിയാൽ അവരെയൊക്കെ നമുക്ക് ഉൾക്കൊള്ളാനും അവരുടെ കാര്യങ്ങൾ സ്വീകരിക്കാനും നമുക്ക് കഴിയും. ഹോജ ഒരു സ്ഥലത്ത് പോയിട്ട് അതോടനുബന്ധിച്ച ഒരു സംഭവം, രസകരമായ സംഭവമാണ്. ഒരു സത്രത്തിൽ പോയി പിന്നെ ഇതുപോലുള്ളൊരു കഥയാണ്. സത്രത്തിൽ പോയിട്ട് പിന്നെ താമസിക്കുമ്പോൾ ഹോജൻ്റെ ശരീരമൊക്കെ ആകെ ഡ്രസ്സൊക്കെ ആകെ മുഷിഞ്ഞ് ആകെ ഇതായി കിടക്കുകയാണ്. അപ്പോൾ പിന്നെ അവിടെ ചോദിച്ചു, അപ്പം ഇവിടെ കിടക്കട്ടെ ചോദിച്ചു. അപ്പോൾ ഭയങ്കര പൈസ പറഞ്ഞു സത്രത്തിലെ ആളുകൾ. നല്ല കാശ് പറഞ്ഞു. അയാളെ കണ്ടിട്ട് അയാളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നല്ല കാശ് പറഞ്ഞു. അവസാനം ഇയാൾ അത്രയും ക്യാഷ് കൊടുത്തു. ക്യാഷ് കൊടുത്തിട്ട് അവിടെ താമസിച്ചു. കുറഞ്ഞ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തോളൂ, കുറഞ്ഞ സൗകര്യങ്ങൾ ഇയാൾക്ക് എത്ര മതി, അവിടെ എവിടെയും മൂലക്ക് കടന്നോളൂ പറഞ്ഞിട്ട്. അങ്ങനെ പിറ്റത്തെ മാസം വീണ്ടും ഹോജ അതുവഴി യാത്ര ചെയ്യുമ്പം അതിലേക്ക് ചെല്ലുമ്പോൾ ഡ്രസ്സൊക്കെ ഫുൾ ചേഞ്ചാക്കി ഫുൾ സെറ്റപ്പിൽ കയറി ചെന്നു. അപ്പം പിന്നെ ആ ഫുൾ സെറ്റപ്പിൽ കയറി ചെന്നപ്പോൾ ഇയാളെ കണ്ട അയാൾ പിന്നെ എവിടെ എന്താ താമസം എന്ന് പറഞ്ഞ് എല്ലാ സൗകര്യം ചെയ്തു കൊടുത്തു. അങ്ങോട്ട് ചെന്ന് എല്ലാ സൗകര്യം ചെയ്തു കൊടുത്തു. അപ്പോൾ എല്ലാ സൗകര്യം ചെയ്തു കൊടുത്തപ്പോൾ പിന്നെ ഹോജ പറഞ്ഞു, ആദ്യം പിന്നെ അയാൾക്ക് പൈസ കൊടുക്കുകയാണ്. ആദ്യം പണ്ട് നേരത്തെ നല്ല പൈസ വാങ്ങിയല്ലോ, അപ്പോൾ ഇപ്പോഴും അയാൾ നല്ല അപ്പോൾ നല്ല ഒരു നല്ല പൈസ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ്. നല്ല ഡ്രസ്സൊക്കെ ചെറിയൊരു തൊട്ട് നാണയം കൊടുത്തു. അപ്പോൾ മുമ്പ് ഞാനൊരട്ടം വന്നീനു, ആ സമയത്ത് തന്നെ നല്ല പൈസ വാങ്ങിയാണ്, അത് ഇതിലേക്ക് എടുത്താൽ മതി.
അപ്പം ഈ മുൻവിധി ആളുകളെ ഇതുപോലെ പലപ്പോഴും നമ്മളെ ജീവിതത്തിൽ സംഭവിക്കുന്ന ആളുകളുടെ വേഷവിധാനങ്ങളോ രൂപമോ അല്ലെങ്കിൽ സാഹചര്യമൊക്കെ നോക്കിയിട്ട് അവരാണ് തീരുമാനിച്ച് നമ്മളാണ് പ്രജുഡൈസ് മൈൻഡ് എന്ന് പറയുന്നത്. ഇത് ഈ ഒരു ചരിത്രം പറയുമ്പോഴേ അല്ലെങ്കിൽ ഈ ഒരു അനുഭവം പറയുമ്പോൾ ഇനി ശ്രോതാക്കൾക്ക് ഒരുപാട് പറയാനുണ്ടാവും. കാരണം എന്ന് വെച്ചാൽ പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം ആളിൻ്റെ ഭാവവും രൂപവും നോക്കിയിട്ട് കുറേ ആളുകൾ വിലയിരുത്തുന്ന ഒരു സംവിധാനം ഇപ്പോഴും ഉണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അതുപോലെ ഓഫീസുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവരാദ്യത്തെ ഒരു നോട്ടമുണ്ട്. എല്ലാവരും അല്ല ഞാൻ പറയണത്, ഒരു ഒട്ടുമിക്ക ആളുകൾക്കും അങ്ങനെ ഒരു മൈൻഡാണ്. അപ്പം ഒരു വേഷത്തിൽ അത്ര ഒരു എക്സിക്യൂട്ടീവ് ലുക്ക് അല്ല എങ്കിൽ, അതല്ലെങ്കിൽ ഒരു സാധാരണ ഒരു ലുക്ക്, ഇനിയിപ്പോൾ ഇപ്പോൾ വേണമെങ്കിൽ നമുക്കൊരു വർഗീയത പറയല്ല, ഒരു നല്ലൊരു ഇസ്ലാമായിട്ടൊരു ഒരു താടിയൊക്കെ വെച്ചൊരു മനുഷ്യൻ കയറിച്ചില്ലാണ് അയാൾക്ക് കിട്ടുന്ന പരിഗണനയും നേരെ മറിച്ച് അതൊന്നും ഇല്ലാതെ എക്സിക്യൂട്ടീവുകാരുന്നുണ്ടല്ലോ. ഒരുപാട് ആൾക്കാർക്ക് ഇനി അനുഭവങ്ങൾ ഉണ്ടാവും ഇതേപോലെ. പക്ഷേ ഇതറിഞ്ഞു വരുമ്പോഴാണ് ഈ വന്ന ആൾ ആരാണെന്നുള്ള 2 മിനിറ്റിൻ്റെ ഉള്ളിൽ അവരറിഞ്ഞു കഴിയുമ്പോൾ അവിടെ ഉണ്ടാകുന്നൊരു ജാള്യതയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതൊരുപാട് ആളുകൾക്ക് അനുഭവം ഉണ്ടാവും. അതേ ഒരു ഇതാണ് ഞാൻ നിങ്ങളാ ലോറിക്കാരൻ്റെ ഒരു ഇത് പറഞ്ഞു വന്ന് രണ്ടാമത് ആ മാനസികാരോഗ്യ കേന്ദ്രത്തിലുള്ള ആൾ ഇതേ സംഭവം പറഞ്ഞപ്പോൾ അപ്പോഴാണ് ഞാൻ ഈ ലോറിക്കാരൻ്റെ ഒരു മൈൻഡ് ഞങ്ങൾ പറഞ്ഞ അതേ സംഭവത്തിലേക്ക് വായിച്ചുകൊണ്ടിരിക്കുന്നു.